Hi friends, good morning. Sorry, good afternoon. I am here again since I am sorry for not putting the class for all these days. Now I think you must have gone through my classes and learned the grammar. Okay. അപ്പോൾ ഗ്രാമർ മാത്രം എടുത്തിട്ട് കാര്യമില്ല. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് വെച്ചിട്ടുള്ള കോമൺ സെൻറ്റൻസ് നമ്മൾ യൂസ് ചെയ്യണം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു 50 സെൻറ്റൻസ് നമുക്ക് നമ്മളെ പറ്റി നമ്മൾ എന്താ പറയേണ്ടത്, നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ എങ്ങനെ വർത്തമാനം പറയും. അപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം, എന്താ നിങ്ങളുടെ പേര്? മൈ നെയിം ഈസ് ലെസ. ഐ ആം ഫ്രം അമേരിക്ക, അല്ലെങ്കിൽ ഐ ആം ഫ്രം പാലക്കാട്. ഓക്കെ, ഐ ആം എ സ്റ്റുഡൻറ്റ്. നമ്മൾ ഐയുടെ കൂടെ ആം വയ്ക്കും. ശ്രദ്ധിക്കുക, ഐയുടെ കൂടെ ആം വയ്ക്കും. ഐ ആം എ സ്റ്റുഡൻറ്റ്. മൈ ഫാദർ ഇസ് എ ടീച്ചർ, അല്ലെങ്കിൽ മൈ മദർ ഇസ് എ ഹൗസ് വൈഫ്. ഓക്കെ, നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കുക. കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് എടുത്തിട്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കിടക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ എന്തൊക്കെയാണ് ഡെയിലി യൂസ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഐ ആം സിംഗിൾ. ഓക്കെ, മൈ ഫേവറേറ്റ് കളർ ഈസ് റെഡ് നമ്മൾ പറയുന്നു. ഓക്കെ, മൈ ഫേവറേറ്റ് സ്പോർട്സ് ഈസ് ക്രിക്കറ്റ്. ഓക്കെ, നമ്മൾ പറയുന്നു. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ആർട്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു, പ്രസൻറ്റ് ടെൻസിൽ നിങ്ങൾ എന്താ പറയേണ്ടത്, നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഐ ആം. അപ്പോൾ ഞാൻ ചോദിക്കണു, വേർ ആർ യു ഗോയിങ്? ഐ ആം ഗോയിങ്. നിങ്ങൾ എവിടേക്കാണ് പോകണം? ഐ ആം ഗോയിങ് ടു ചെന്നൈ. ഹൗ ആർ യു ഗോയിങ്? എങ്ങനെ പോകണം? അപ്പോൾ ഐ ആം ഗോയിങ് ബൈ ബസ് നിങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ബൈ ട്രെയിൻ. ഓക്കെ, വൈ ആർ യു ഗോയിങ്? എന്തിന് പോകണു? വൈ ആർ യു ഗോയിങ്? അപ്പോൾ എന്തിന് പോകണു? ഐ ആം ഗോയിങ് ഫോർ എ ഇൻ്റർവ്യൂ. ഓക്കെ, യെസ്. ആൻഡ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കമ്പനി? അപ്പോൾ നമ്മൾ പറഞ്ഞു, ദ നെയിം ഓഫ് ദ കമ്പനി ഈസ് ഇൻഫോ പാർക്ക്. ഓക്കെ, ദ നെയിം ഓഫ് ദ കമ്പനി ഈസ് ഇൻഫോ പാർക്ക്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു, അങ്ങനെ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടണം. അപ്പോൾ നമ്മൾ പറയണു പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ആർട്ട്. ഓക്കെ, നമ്മൾ പറയണു ഐ ആം എ പെയിൻറ്റർ, അല്ലെങ്കിൽ ഐ ആം എ സ്റ്റുഡൻറ്റ്. ഐ ആം എ പെയിൻറ്റർ, പിന്നെ ഐ ആം എ സ്റ്റുഡൻറ്റ്. ഐ ആം. ഇനി ശരി, എൻ്റെ നെഗറ്റീവ് എങ്ങനെ പറയും നിങ്ങൾ? ഐ ആം നോട്ട് എ പെയിൻറ്റർ. ഓക്കെ, ഐ ആം നോട്ട് എ പെയിൻറ്റർ. ഹീ ഈസ് എൻ ആക്ടർ. ഹീ ഈസ് എൻ ആക്ടർ. ഹീ ഈസ് നോട്ട് എൻ ആക്ടർ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. ഓക്കെ, ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ ഇസ് അല്ലെങ്കിൽ നോട്ട് നമ്മൾ ചേർക്കും. വി ആർ ഗോയിങ് ടു എ മാരേജ്. വി ആർ നോട്ട് ഗോയിങ് ടു എ മാരേജ്. ഓക്കെ, അപ്പം നമ്മൾ യു ആർ വെരി ലേസി. അപ്പോൾ യു ആർ നോട്ട് ലേസി. ഓക്കെ, ദേ ആർ വെരി ഗുഡ്. ദേ ആർ നോട്ട് ഗുഡ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ എന്ത് ചെയ്യണു, നമ്മൾ ഈ വക കാര്യങ്ങൾ നമ്മൾ ഐ ആം കോൾഡ്, ക്യാൻ യു ക്ലോസ് ദ വിൻഡോ? ഐ ആം, വാട്ട് ഈസ് യുവർ ഏജ്? ആരും ചോദിക്കുന്നു. ഐ ആം 32 years. ഓക്കെ, ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഫാമിലി? എത്ര പേരുണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ? ദെയർ ആർ 2 members, 4 members in my family. Father, mother, myself and elder brother. ഓക്കെ, അപ്പം നമ്മളിങ്ങനെയൊക്കെ പറയണം. ആൻഡ് ഐ ആർ ഗുഡ് ഫ്രണ്ട്സ്. ആർ ഉണ്ട്, 2 കാര്യം വന്നപ്പോൾ ആർ വന്നു. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് എടുത്താണ്. യു ആർ, യുവർ കീസ് ആർ ഓൺ ദ ടേബിൾ. ഐ ആം ടയേർഡ്, ഐ ആം നോട്ട് ഹംഗ്രി. ഓക്കെ, അപ്പോൾ ടോം ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്. ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്. ഓക്കെ, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്, ബട്ട് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്. ഓക്കെ, അപ്പോൾ those people, who are those people? Those people are English. Okay, they are not Australians. അവർ ഓസ്ട്രേലിയൻസ് ആണോ ചോദിക്കണോ? അല്ല,
എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എന്താണ് ദാറ്റ് ഈസ്, ദെയർ ഈസ്, ഹിയർ ഈസ്, ഇതൊക്കെ നമുക്ക് ഒരു ഇതിലാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഇതാക്കി നമുക്ക് സീക്വൻസ് ആക്കി നോക്കുമ്പോൾ കിട്ടും. ഹി ഈസ്, ഷീ ഈസ്, ദേ ആർ, ഇറ്റ് ഈസ് നോട്ട്, ദാറ്റ് ഈസ്. അപ്പോൾ യുവർ ഷൂസ് ആർ ഡേർട്ടി, യുവർ ഷൂസ് ആർ ഡേർട്ടി, യുവർ ഷൂസ് ആറൻറ്റ് ഡേർട്ടി. ഓക്കെ, അപ്പോൾ നമുക്കെന്താണ് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കണം. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ക്വസ്റ്റ്യൻസ്. ഐ ആം വെരി സെൻസിറ്റീവ്, ആം ഐ? ഞാൻ സെൻസിറ്റീവാണ്, ആണോ? ഞാൻ സെൻസിറ്റീവാണോ, ആം ഐ? അപ്പോൾ ഹി ഈസ് വെരി ഗുഡ്, ഇസ് ഹി? ആണോ, ഗുഡാണോ? ഹി ഈസ് വെരി ഗുഡ്, ഇസ് ഹി? ഓക്കെ, ഇനി ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ, ഇസ് ഷീ? ഓക്കെ, കണ്ടോ, നമ്മളിപ്പോൾ ഹി ഈസ്, ഷീ ഈസ്, ആ ഇസ് തന്നെ ക്വസ്റ്റ്യനിലേക്ക് വന്നു. കണ്ടോ, ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇസ് തന്നെ ക്വസ്റ്റ്യനിലേക്ക് വന്നു. അപ്പോൾ യു ആർ വെരി ബാഡ് എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ അറൻറ്റ് യു, അല്ലേ? അറിയൂ, നിങ്ങൾ മോശമാണ്, നിങ്ങൾ എന്താ അങ്ങനെയൊക്കെ കാണിക്കണം എന്ന് ഞാൻ ചോദിക്കണം. സപ്പോസ് അപ്പോൾ ദേ ആർ വെരി ബാഡ്, ആർ ദേ, ആണോ, ഒരു ബാഡാണോ എന്ന് നമ്മൾ ചോദിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആം ഐ ലേറ്റ്, ആം ഐ ലേറ്റ്, ഞാൻ ലേറ്റാണോ, ലേറ്റായോ ഞാൻ? ഇസ് യുവർ മദർ അറ്റ് ഹോം, നിങ്ങളുടെ അമ്മ വീട്ടിലുണ്ടോ? ആർ യുവർ പാരൻസ് അറ്റ് ഹോം? ഓക്കെ, ഈസ് ഇറ്റ് കോൾഡ് ഇൻ യുവർ റൂം? യുവർ ഷൂസ് ആർ നൈസ്, ആർ ദേ? അപ്പം നമ്മൾ ഇസ് ഷീ അറ്റ് ഹോം, ഇസ് യുവർ മദർ അറ്റ് ഹോം, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കണം. കണ്ടോ, നമ്മൾ ഷീ ഈസ് അറ്റ് ഹോം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവൾ വീട്ടിലുണ്ടോ, അവൾ വീട്ടിലുണ്ട്, അവൾ വീട്ടിലുണ്ടോ ചോദിക്കാൻ നമ്മൾ ഇസ് തന്നെ ഘടിക്കാക്കണം, ഇസ് ഷീ അറ്റ് ഹോം. ഓക്കെ, അപ്പോൾ വേറെ ഇനിയിപ്പോൾ നമ്മൾ വേറെ ചോദിക്കുന്നു, വെയർ, വാട്ട്, ഹൂ, ഹൗ, വൈ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് എങ്ങനെയൊക്കെ ചോദിക്കും. വേർ ഈസ് യുവർ മദർ, വേർ ഈസ് യുവർ മദർ. വാട്ട് കളർ ഇസ് യുവർ കാർ? ഓക്കെ, ഹൗ ആർ യുവർ പാരൻസ്? ഹൗ മച്ച് ആർ ദോസ് പോസ്റ്റ് കാർഡ്സ്? വാട്ട്സ് ദ ടൈം, എത്ര സമയം? വാട്ട്സ് ദ ടൈം? ഇറ്റ് ഈസ് 3:30 എന്ന് ഞാൻ പറയുന്നു. ഇറ്റ് ഈസ് 3:30. വേർ ഈസ് ജൽ? എവിടെ ജില്ല്? ഷീ ഈസ് അറ്റ് ഹോം എന്ന് ഞാൻ പറയുന്നു, വീട്ടിലുണ്ട്. ഹൂ ഈസ് ദാറ്റ് മാൻ? ഹൗ ഈസ് യുവർ ഫാദർ? അയാൾ ആരാണ്? എങ്ങനെയുണ്ട് നിങ്ങളുടെ അച്ഛൻ? നിങ്ങളുടെ അച്ഛന് എങ്ങനെയുണ്ട് ഇപ്പോൾ? അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ യെസ്, ഐ ആം. അപ്പോൾ നമ്മൾ ഷോർട്ട് ആൻസർ പറയുമ്പോൾ നമ്മൾ ഐ ആം പറയും. അല്ല എന്ന് പറയുമ്പോൾ ഐ ആം നോട്ട് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ യെസ് വി ആർ ഹിയർ, യെസ് വി പറയുമ്പോൾ യെസ് വി ആർ, ഹീ ഷീൻ്റെ കൂടെ ഇറ്റിൻ്റെ കൂടെ ഇസ് ഇറ്റ് ദെയർ? അതവിടെ ഉണ്ടോ? യെസ് ഇറ്റ് ഈസ് ദെയർ. ഓക്കെ, ഈസ് ഷീ ദെയർ? യെസ് ഷീ ഈസ് ദെയർ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, അതൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ആർ യു ടയേർഡ്? നിങ്ങൾ ടയേർഡാണോ? നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് അറിയണം. ആർ യു ടയേർഡ്? യെസ് ഐ ആം, ഞാൻ ടയേർഡാണ്. ആർ യു ഹംഗ്രി? നിനക്ക് വിശക്കുന്നുണ്ടോ? യെസ്. നോ ഐ എം നോട്ട് ഹംഗ്രി ബട്ട് ഐ ആം ടയേർഡ്. എനിക്ക് വിശക്കണില്ല, പക്ഷേ ഞാൻ ടയേർഡാണ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ നമുക്ക്. ഓക്കെ, അപ്പോൾ ഇസ് യുവർ ഫ്രണ്ട് ഇംഗ്ലീഷ്? യെസ് ഹി ഈസ്. ഫ്രണ്ട് ഇംഗ്ലീഷുകാരനാണോ? അതെ. ആർ ദീസ് യുവർ കീസ്? യെസ് ദേ ആർ. ഓക്കെ, ദാറ്റ്സ് മൈ സീറ്റ്? നോ ഇറ്റ് ഇസൻറ്റ്. ആ സീറ്റാണ്, അല്ല. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ എന്തൊക്കെ ചോദിക്കുമെന്ന് നമുക്ക് ഇപ്പം നെയിം. ശരി, നമുക്കിനി എന്തൊക്കെ ചോദിക്കണമെന്ന് നമുക്ക് നോക്കാം.
Name. What is your name? I am James. Are you married or single? I am married. Are you American or Indian? Okay. How old are you? Is she a teacher? Are you a teacher? Okay. അപ്പോൾ is your wife a lawyer? Okay. From where are you coming? I am coming from Palakkad. Okay. അപ്പോൾ വാട്ട് ഈസ് ഹർ നെയിം? ഇതൊക്കെ നമുക്ക് ഷീ ഈസ് 27. ഹൗ ഓൾഡ് ഇസ് ആൻ? ഷീ ഈസ് 27. അപ്പം നമുക്ക് പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് എടുത്താണ് ടേബിളൊക്കെ. ഇതിപ്പോൾ നമുക്ക് സെൻറ്റൻസ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് എൻ്റെ നെക്സ്റ്റ് ക്ലാസ് ഞാൻ 3 ഇടയെ വിട്ടു എന്നേ ഉള്ളൂ, നമുക്കെടുക്കാം. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത്ര നേരം കണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് പോവാം. അതായത് പ്രസൻ്റായിട്ട് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ വാട്ട് ഈസ് ഷീ ഡൂയിങ്? ഷീ ഈസ് ഈറ്റിംഗ്. അവൾ കഴിക്കുകയാണ്. ഇല്ല, അവൾ വായിക്കുകയാണ്. ഷീ ഈസിൻ്റ് ഈറ്റിംഗ്, ഷീ ഈസ് റീഡിങ്. ഇസിൻ്റ്. ഇറ്റ് ഈസ് റെയിനിങ്. അതിനെ തന്നെ അപ്പം തന്നെ നെഗറ്റീവ് ആക്കാനും നിങ്ങൾക്ക് അറിയണം. അതാണ് ഇംഗ്ലീഷ്, എഫക്റ്റീവ് ഇംഗ്ലീഷ്. നോ, ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്. ഇറ്റ് ഈസിൻ്റ് റെയിനിങ്. ദ സൺ, ഇറ്റ് ഈസിൻ്റ് ഷൈനിങ്. സണ്ണ് ഷൈനിങ് ചെയ്യില്ല. ദേ ആർ റണ്ണിങ്. അവർ ഓടുന്നു. ദേ ആറൻറ്റ് വാക്കിംഗ്. റണ്ണിങ് ആണ്, അവർ വാക്കിംഗ് അല്ല. ഐ ആം സിംഗിങ്. ഐ ആം നോട്ട് സിംഗിങ്. ഐ ആം വർക്കിംഗ്. അപ്പോൾ he is writing a letter. She isn't writing a letter. The phone is ringing. Okay. അപ്പോൾ നമുക്ക് we are having a dinner. We are having a dinner. You are not singing. You are listening to music. Okay. The children are doing their homework. Children homework ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിനിയിപ്പോൾ പറയണം, ഇതാ നീ മിണ്ടാണ്ടിരിക്കണം, ഞാൻ എന്തൊന്ന് ചെയ്തോട്ടെ എന്നിങ്ങനെ പറയും. അപ്പോൾ പ്ലീസ് ബി ക്വയറ്റ്, ഐ ആം വർക്കിംഗ്. ഓക്കെ. അപ്പോൾ നമുക്കിതൊക്കെ ലുക്ക് അറ്റ് ഷീ ഈസ് വെയറിങ് എ ന്യൂ ഡ്രസ്. ഓക്കെ. കണ്ടു, അവൾ പുതിയ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു. ലുക്ക് അറ്റ് ഷീ. ഓക്കെ. The weather is nice at a moment. It is not raining. Okay. വെദർ നല്ലതാണ്, അത് റെയിനിങ് അല്ല. വേർ ആർ ദ ചിൽഡ്രൻ? കുട്ടികൾ എവിടെയാണ്? ദേ ആർ പ്ലേയിങ് അറ്റ് പാർക്ക്. ക്യാൻ യു ടേൺ ഓഫ് ടെലിവിഷൻ? നമുക്ക് ടെലിവിഷൻ ഓഫ് ചെയ്യാൻ പറ്റുമോ? ഐ ആം നോട്ട് വാച്ചിങ് ഇറ്റ്. ശരി, നമുക്ക് ശ്രദ്ധിക്കാൻ നമുക്ക് നോക്കാം. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ എന്താ ആഡ് ചെയ്ത്? ING. അപ്പോൾ കം കമ്മിങ്, റൺ റണ്ണിങ്, ലൈ ലൈയിങ്. ലൈ ശ്രദ്ധിക്കുക, LIELYING ലൈ. ഓക്കെ. റൈറ്റ് റൈറ്റിംഗ്, സിറ്റ് സിറ്റിംഗ്. ഓക്കെ. ഡാൻസ് ഡാൻസിങ്, സ്വിമ്മിങ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് SR ഒക്കെ വെച്ചിട്ട് നമുക്ക് SR AM ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്കൊരു പിക്ചർ നോക്കിയിട്ട് എന്താ കുട്ടി തിന്നണ്? ഷീ ഈസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഓക്കെ. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ എ ബസ്. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. ഹീ ഈസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ. നിലത്ത് കിടന്നുറങ്ങുന്നു, എന്താ അറിയില്ല. ഹീ ഈസ് ലൈയിങ്. ചെറിയ ചെറിയ കാര്യങ്ങൾ. വാട്ട് ആർ യു ഈറ്റിംഗ്? ഐ ആം ഈറ്റിംഗ് റൈസ്. ഓക്കെ. പ്ലീസ് ബി ക്വൈറ്റ്, ഐ എം വർക്കിംഗ്. നീ ഒന്നും മിണ്ടാണ്ടിരിക്കാൻ, ഞാൻ വർക്ക് ചെയ്തോട്ടെ. വേർ ഈസ് ജോൺ? ഹി ഈസ് ഇൻ ദ കിച്ചൺ. അപ്പോൾ നമ്മൾ പറയുന്നു ഹി ഈസ് ഇൻ ദ കിച്ചൺ കുക്കിംഗ്. ജോൺ അവിടെ, ജോൺ കിച്ചണിൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കും. ചിലർക്ക് കുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ആണുങ്ങൾക്ക് അല്ലേ. അപ്പോൾ നമ്മൾ പറയണു യു ആർ dash on my foot. Oh, I am sorry.
യു ആർ സ്റ്റാൻഡിങ് ഓൺ മൈ ഫുട്ട്. നീ എൻ്റെ കാലിലാണ് നിൽക്കണ. അയ്യോ എനിക്ക് കാല് വേദനിക്കുന്നു. യു ആർ സ്റ്റാൻഡിങ് ING. ഓക്കെ. ലുക്ക് സംബഡി ഈസ് സ്വിമ്മിങ് ഇൻ ദ റിവർ. ഓക്കെ. വി ആർ ഹിയർ ഓൺ ഹോളിഡേ. വി ഡാഷ് അറ്റ് ദ സെൻട്രൽ ഹോട്ടൽ. വി ആർ സ്റ്റേയിങ് അറ്റ് ദ സെൻട്രൽ ഹോട്ടൽ. ഓക്കെ. പാസ്റ്റ് ടെൻസ് അല്ല. വി വരുമ്പോൾ എന്ത് വരും? ആറ് വരും. ഞങ്ങൾ സെൻട്രൽ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നു എന്ന് വരും. ഓക്കെ. അപ്പോൾ വേർസ് ആൻ. ഷീ ഈസ് ഹാവിങ് എ ഷവർ. ഹാവിങ് ING. ഓക്കെ. അപ്പോൾ they dash a new theatre. They are building a new theatre. അവർ പുതിയ തിയേറ്റർ ഉണ്ടാക്കണം. ഓക്കെ. I dash now goodbye. I dash now goodbye. I am going now. Going goodbye. ഞാൻ പോവാണ് കേട്ടോ. ശരി, നാളെ കാണാം, ബൈ. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ ING വരും. ഓക്കെ. ING വരുമ്പോൾ നമ്മൾ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു റിവിഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാൻ അറിയണം നമുക്ക്. ആർ യു ഫീലിംഗ് ഓക്കെ? നമ്മൾ ചോദിക്കണം. നിങ്ങൾക്ക് നല്ല സുഖമുണ്ടോ? സുഖമാണോ? ഇസ് ഇറ്റ് റെയിനിങ്? മഴ പെയ്യില്ലേ? മഴ പെയ്യുണ്ടോ? ക്വസ്റ്റ്യൻ ചോദിക്കാൻ അറിയാം. വൈ ആർ യു വെയറിങ് എ കോട്ട്? ഓക്കെ. വാട്ട്സ് പോൾ ഡൂയിങ്? പോൾ എന്താ ചെയ്യുന്നത്? വാട്ട് ആർ ചിൽഡ്രൻ ഡൂയിങ്? ഓക്കെ. വേർ ഈസ് ഷീ ഗോയിങ്? വേർ ഈസ് ഷാലി ഗോയിങ്? ഹു ആർ യു വെയിറ്റിംഗ് ഫോർ? അപ്പം നമ്മൾ ആർ ഇസ്സൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ അറിയണം. ഇസ് ഷീ മേക്കിംഗ് ഫുഡ്? അവൾ ഭക്ഷണം ഉണ്ടാക്കണ്ടോ? നമ്മൾ ചോദിക്കണം. അപ്പോൾ ഇസ് ഇറ്റ് വെരി ഗുഡ്? നല്ലതാണോ? അത് കഴിക്കാൻ പറ്റുമോ? ഓക്കെ. അപ്പം നമ്മൾ ആർ യു ഗോയിങ് നൗ? ഇസ് പോൾ വർക്കിംഗ് ടുഡേ? ഓക്കെ. ഇസ് ഇറ്റ് റെയിനിങ്? ആർ യുവർ ഫ്രണ്ട്സ് സ്റ്റേയിങ് ഇൻ ഹോട്ടൽ? ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രസൻറ്റ് ടെൻസ് തന്നെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ നമുക്കൊന്നുകൂടെ നോക്കാം. സിമ്പിൾ പ്രസൻറ്റിൽ ആദ്യം നമ്മൾ വെറും പ്രസൻറ്റ് ടെൻസാണ് നോക്കിയേ. ഷീ ലീവ്സ് ഇൻ ചെന്നൈ. ലീവ്സ് ഒരു സ്ഥിരമായിട്ട് ചെന്നൈയിലാണ്. ഓക്കെ. ലിവിങ് നോ അല്ലെങ്കിൽ അതൊന്നും പറയില്ല. ലീവ്ഡ് നോ ഒന്നും പറയില്ല. അപ്പോൾ ഇറ്റ് റെയിൻസ് എവറി ഡേ. ദിവസം മഴ പെയ്യും. എസ് ഫോം ചേർക്കും. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഓക്കെ. അപ്പോൾ ഹീ ലൈക്സ് ടീ ബട്ട് ഐ ലൈക്ക് കോഫി. ഓക്കെ. അപ്പോൾ നമ്മൾ പറയണു ഐ ലൈക്ക് ബിഗ് സിറ്റീസ്. അപ്പോൾ ടിം വർക്ക്സ് വെരി ഹാർഡ്. ടിം നന്നായി വർക്ക് ചെയ്യണു. സ്ഥിരമായി വർക്ക് ചെയ്യുന്ന ആളാണ്. ഹാർഡായി വർക്ക് ചെയ്യണു. അപ്പോൾ എസ് വരും. എസ് ഫോം ചേർത്ത സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ശാശ്വത സത്യം. ഓക്കെ. എസ് ഫോം ചേർത്തിട്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. പാസ് പാസസ്. സ്റ്റഡീസ്. ഹി സ്റ്റഡീസ് വെരി വെൽ. ഓക്കെ. ഡു ഡസ്. ഓക്കെ. ഹി ഡസ് ദ ജോബ് വെരി വെൽ. അവൻ നന്നായി ചെയ്യുന്നുണ്ട്. ഡസ് എപ്പോഴും സ്ഥിരമായി ചെയ്യുന്ന ആൾ. അപ്പോൾ യെസ്. ഫിനിഷസ്. ഹി ഫിനിഷസ് ഹിസ് ഫുഡ് വെരി നൈസ്ലി. നന്നായിട്ട് ഫുഡ് ഫിനിഷ് ചെയ്യും, കളയില്ല. ഓക്കെ. അപ്പോൾ ഹി ട്രൈസ് ദ മാറ്റർ വെരി നൈസ്ലി. ഹി ട്രൈസ് ദ മാറ്റർ അല്ലെങ്കിൽ ഹി ട്രൈസ് ദ ദാറ്റ് ഈസ് നമ്മൾ ട്രൈസ് വെച്ചിട്ട് പറഞ്ഞിട്ട് ഹി ട്രൈസ് ടു മേക്ക് ഫുഡ് വെരി നൈസ്ലി. ഓക്കെ. ട്രൈസ്. ഗോസ്. She goes to church every day. Okay. She watches television from 7 to 8. ശാശ്വത സത്യങ്ങൾ.
അപ്പോൾ ഷീ റീഡ്സ്, ഹീ തിങ്സ്, ഇറ്റ് ഫ്ലൈസ്, ഹീ ഡാൻസസ് നൈസ്ലി. ഓക്കെ, ഷീ ഹാസ്. അപ്പോൾ നമ്മൾ ഹീ പ്ലേസ് ദ പിയാനോ, എസ് ഫോം വരും. ഓക്കെ, അപ്പോൾ മാർഗ്രറ്റ് സ്പീക്സ് 4 languages. In Britain, the banks usually opens, S. കാരണം സ്ഥിരമായിട്ട് ബാങ്ക് 9:30 തുറക്കണം. അപ്പോൾ എന്താ വരിക? ഓപ്പൺ വരില്ല. സ്ഥിരമായി ചെയ്യണ ശാശ്വത സത്യങ്ങൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കാൻ, നോട്ട് ചെയ്യുക. നമ്മൾ എസ് ഫോം ചേർത്തിട്ടാണ് പറയുക. ഷീ റൈസസ് അറ്റ് 8 o'clock. അവൾ എപ്പോഴും 8 മണിക്ക് എണീക്കുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. In Britain, the banks usually opens at 9:30. The city museum dash at 5 o'clock. The city museum closes, okay, at 5 o'clock. Tina is a teacher. She teaches mathematics. Okay. Appo, my job is very interesting. I dash a lot of people. I help. Okay. I meets a lot of people. Okay, I meet a lot of people. Peter dash ചില വാക്കുകൾക്ക് എസ് ഫോം ചേർക്കില്ല. അപ്പോൾ ഐ മീറ്റ്. ഓക്കെ, എ ലോട്ട് ഓഫ് മീറ്റ് എന്ന് അതന്നെ വരും. പീറ്റർ ഡാഷസ് ഹെയർ 2 a week. പീറ്റർ വാഷസ് ഹിസ് ഹെയർ. ഓക്കെ, വാഷ്. ഫുഡ് ഇസ് എക്സ്പെൻസീവ്. It dash a lot of money. It costs a lot of money. Cost a lot of money. ചില വാക്കുകൾക്ക് എസ് ചേർക്കില്ല. ഷൂസ് ആർ വെരി എക്സ്പെൻസീവ്. ദേ ഡാഷ് എ ലോട്ട് ഓഫ് മണി. ദേ കോസ്റ്റ് എ ലോട്ട് ഓഫ് മണി. വാട്ടർ ഡാഷ് അറ്റ് 100 Celsius degree. വാട്ടർ ബോയിൽസ്. ബോയിൽ വില്ലേ, ബോയിൽസ് എസ് ഫോം ചേർക്കും. ജൂലിയ ആൻഡ് ഐ ആർ ഗുഡ് ഫ്രണ്ട്സ്. ഐ ഡാഷ് ഹർ. ഐ like her and she likes me. I like her. അതിൻ്റെ കൂടെ ലൈക്കും. ഷീ ലൈക്സ് എസ് ഫോം. ഷീ വരുമ്പോൾ ലൈക്സ് വരും. അപ്പോൾ ചില സത്യങ്ങൾ നമ്മൾ, ചില ശാശ്വത സത്യങ്ങൾ നമുക്ക് എസ് ഫോം നമ്മൾ ചേർക്കും. ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പ്രസൻറ്റ് സിമ്പിൾ കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് വർക്ക്, നമുക്ക് പ്രസൻറ്റ് ടെൻസ് ഇനി കുറച്ചുകൂടെ എടുക്കാനുണ്ട്. ഇത് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ടിൽ ദെൻ ഗുഡ് ബൈ. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ഒന്ന് നോക്കി ഞാൻ പറഞ്ഞതൊക്കെ